ഗവൺമെൻറ്റിന് ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ് മുനമ്പത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റിന് വിട്ടുകൊടുത്താൽ എന്തുകൊണ്ട് ഗവൺമെൻറ് തീരുമാനം എടുക്കുന്നില്ല? എന്തുകൊണ്ട് ഗവൺമെൻറ് ഗൗരവതരമായി ഇതിൽ ഇടപെടുന്നില്ല? അതാണ് ഞങ്ങൾ പറയുന്നത്. അത് ചെയ്യേണ്ട ഞങ്ങളാണ് അധികാരത്തിലിരുന്നതെങ്കിൽ സമവായത്തിലൂടെ തീരുമാനം ഉണ്ടാക്കാൻ എളുപ്പമായിരുന്നു, ഞങ്ങൾ ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ അധികാരത്തിലിരിക്കുന്നത് അധികാരം മുഴുവൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. ആ സംസ്ഥാന ഗവൺമെൻറ് അതിൽ ഇടപെടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാനും തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് കേരള ഗവൺമെൻറ്റാണെന്ന് ബോധ്യപ്പെടാൻ കേരളീയ പൊതുസമൂഹത്തിന് സാധിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായിട്ടും ഇത് നീട്ടിക്കൊണ്ടുപോയി വിവിധ സമുദായങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്നതാണ്. ഭിന്നിപ്പിച്ച് വീണ്ടും അധികാരം നേടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇടതുമുന്നണി ഈ പ്രശ്നം, മാർക്സിസ്റ്റ് പാർട്ടി ഈ പ്രശ്നം പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നത്. അത് അവരല്ലേ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ ഇപ്പോൾ BJP അത്ര വലിയ ഫാക്ടർ അല്ലല്ലോ. ഇടതുപക്ഷത്തിന് UDFൻ്റെ അടിത്തറയായിരുന്ന സമുദായങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരത്തിലേക്ക് വീണ്ടും എത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് മുനമ്പം വിഷയം ലൈവായി നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വളരെ ഈസിയായി എളുപ്പത്തിൽ തീരുമാനിക്കാവുന്ന ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ പോലും മടിക്കുന്നത്. ഈ സംസ്ഥാന മുഖപത്രത്തിൽ വന്നത് ഈ വഖഫ് ഭേദഗതിക്ക് ശേഷം ഈ ധാരാളം നിയമപ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും, അതായത് കയ്യേറ്റങ്ങൾ ഒരുപാട് വർദ്ധിക്കും. അപ്പൊ ലീഗിന്റെ നിലപാട് എങ്ങനെയാണ്? ഈ കയ്യേറിയ എല്ലാ ഭൂമിയും തിരിച്ചു പിടിക്കുന്നതാണ്. വഖഫ് ഭൂമി ഏതാണ് എന്ന് നോക്കിയിട്ട് അത് വഖഫായി തന്നെ നിലനിൽക്കണം രാജ്യത്തുള്ള നിയമം അനുസരിച്ച്. അതെന്താ സംശയം? കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വഖഫിന് അവകാശപ്പെട്ടതാണെങ്കിൽ വഖഫിന് കിട്ടണം നീതിപൂർവം. ആരുടേതും ഇപ്പോൾ എൻ്റെ ഒരു ഭൂമിയാണെങ്കിൽ വേറൊരാൾ കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടണ്ടേ? വഖഫിന് മാത്രമല്ല എല്ലാ ഉടമസ്ഥാവകാശത്തിൻ്റെയും അടിത്തറ അത് തന്നെയാണ്.